ഇല്ല തോൽക്കില്ല, തോൽപ്പിക്കാനാവില്ല. ഇല്ല തോൽക്കില്ല, തോൽപ്പിക്കാനാവില്ല. നിറസൂര്യനുദിക്കും പോലെ, വെൺമേഘം പൂക്കും പോലെ. നിറസൂര്യനുദിക്കും പോലെ, വെൺമേഘം പൂക്കും പോലെ. ഷഹാദത്തിൻ കാലടിയൂന്നി തീമഴയായി പെയ്യും ഞങ്ങൾ. കരുതുക, കരുതിയിരിക്കുക, കാലത്തിൻ വിളി കേട്ടുണരുക. ചോരപ്പുലരികൾ മായും, ചോരപ്പുലരികൾ മായും. കണ്ണീർ കടലുകൾ താഴും, ജൂതപ്പടയോടിയൊളിക്കും നാളെ വരും കാലം. ചോരപ്പുലരികൾ മായും, കണ്ണീർ കടലുകൾ താഴും, ജൂതപ്പടയോടിയൊളിക്കും നാളെ വരും കാലം. വെട്ടിനുറുക്കിയെറിഞ്ഞ കുരുന്നുകൾ, വെട്ടിനുറുക്കിയെറിഞ്ഞ കുരുന്നുകൾ. കത്തിയമർന്നു പിടഞ്ഞ കിനാവുകൾ, വെട്ടിനുറുക്കിയെറിഞ്ഞ കുരുന്നുകൾ. കത്തിയമർന്നു പിടഞ്ഞ കിനാവുകൾ. ദാഹജലത്തിൽ പോലും നെഞ്ഞുകലക്കിയ കാട്ടാളന്മാർ. കരുതിയിരിക്കുക, കാതോർക്കുക, കാലം സാക്ഷി, യാസീൻ സാക്ഷി. ഒരു പൊൻപുലരിയുദിക്കും, ഹമാസിൻ കൊടി ഉയരും, നാളെ വരും കാലം. സ്വർഗത്തിൻ ചുമരിൽ പോലും നരകത്തിൻ ചിത്രം തൂക്കും. ജൂതപ്പട തുന്നം പാറും, അണിചേരുക, പൊരുതി ജയിക്കാം. ഗാസയുടെ പുതുജീവനുയർത്താം, പൊരുതി ജയിക്കാം. ഗാസയുടെ പുതുജീവനുയർത്താം. ഇല്ല തോൽക്കില്ല, തോൽപ്പിക്കാനാവില്ല. നിറസൂര്യനുദിക്കും പോലെ, വെൺമേഘം പൂക്കും പോലെ. ഷഹാദത്തിൻ കാലടിയൂന്നി തീമഴയായി പെയ്യും ഞങ്ങൾ. കരുതുക, കരുതിയിരിക്കുക, കാലത്തിൻ വിളി കേട്ടുണരുക. മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷമറിയിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും സംഘടനകളുമൊക്കെ ലക്ഷ്യം വെക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പഠനവും അനുഷ്ഠാനവും പ്രചാരണവുമാണ്. എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കുക, മനസ്സിലായ കാര്യങ്ങൾ അനുഷ്ഠിക്കുക, ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുക, മനുഷ്യരാശിയുടെ വിജയത്തിനും രക്ഷയ്ക്കും വേണ്ടി ലോകരക്ഷിതാവായ അള്ളാഹു നൽകിയിട്ടുള്ള ദീൻ അറിഞ്ഞ് ഉൾക്കൊണ്ട് പ്രചരിപ്പിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ വേദിയിൽ നിന്നുകൊണ്ട് സംഘങ്ങൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സംഘങ്ങളും പ്രസ്ഥാനങ്ങളും ഒരു ലക്ഷ്യത്തിന് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന സമിതികളാണ് എന്ന് നാം അറിയണം. ഇത് ഞാൻ ആമുഖമായി പറയാനുള്ള കാരണം, ഇന്നത്തെ സമീപന രീതികൾ നോക്കിയാൽ ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഒരുതരം ജാതീയതയിലേക്ക് നീങ്ങുന്ന രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇസ്ലാമിൽ ജാതിയില്ല. വ്യത്യസ്ത സംഘങ്ങൾ, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, വ്യത്യസ്ത പ്രവർത്തന രീതികൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വ്യത്യസ്ത കൂട്ടങ്ങളാണ്. അതിൽ യോജിക്കാവുന്നതും യോജിക്കാൻ പറ്റാവുന്നതും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളതും എല്ലാം ഉണ്ടാകും. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ജാതിയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ നന്മകളെ സ്വാംശീകരിച്ചുകൊണ്ട് നന്മയിൽ സഹകരിക്കുക എന്ന ഒരു തത്വത്തിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അയാളുടെ ഇസ്ലാമിന് യാതൊരു കുറവുമില്ല എന്നതാണ്. ഇന്ന് വിവിധ ചിന്താരീതികളും വിവിധ ആശയഗതികളും വിവിധ തരത്തിലുള്ള വിശ്വാസങ്ങളും വിവിധ തരത്തിലുള്ള പ്രവർത്തന മേഖലകളും പല സംഘങ്ങളും തിരഞ്ഞെടുക്കാറുണ്ട്. ഓരോ പ്രദേശത്തിൻ്റെയും ഓരോ രാഷ്ട്രത്തിൻ്റെയും പ്രത്യേക പരിതസ്ഥിതി മനസ്സിലാക്കി കാലഘട്ടത്തിൻ്റെ താൽപ്പര്യം മുൻനിർത്തി മുൻഗണനാ ക്രമങ്ങളിൽ പോലും പ്രവർത്തന ശൈലിയിൽ പോലും വ്യത്യാസങ്ങൾ ഈ സമൂഹങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇസ്ലാഹി പ്രസ്ഥാനം, ഇസ്ലാമിനെ അതിൻ്റെ തനതായ രൂപത്തിൽ അവതരിപ്പിക്കുന്ന പ്രസ്ഥാനം, അതിന് നമുക്ക് ഒരു ആത്മീയ നേതാവിനെയോ അതിൻ്റെ ഒരു സ്ഥാപക നേതാവിനെയോ ആ നിലക്ക് പരിചയപ്പെടുത്താൻ കഴിയില്ല. ഇത് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ലോകത്തുള്ള മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സന്ദേശമാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആദം അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് അതാണ്. ഭൂമിയിൽ പോയി താമസിക്കുവാനുള്ള നിർദ്ദേശം നൽകിയ ശേഷം അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്നു കിട്ടുമ്പോൾ ആര് എൻ്റെ മാർഗദർശനത്തെ അനുധാവനം ചെയ്ത് ജീവിക്കുന്നുവോ അവന് ഭയപ്പെടാനില്ല, ദുഃഖിക്കാനില്ല എന്നാണ്. അപ്പം ഭയപ്പാടും ദുഃഖവും ഇല്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ് മനുഷ്യന്റെ ഉത്തരവാദിത്തം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ കാലഘട്ടങ്ങളിൽ അള്ളാഹു ഈ ദൗത്യത്തിന്റെ പുനഃപ്രഖ്യാപനം നടത്തി. വലിക്കുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ ഖൗമിനും എല്ലാ സമൂഹത്തിനും ഒരു വഴികാട്ടി വന്നിട്ടുണ്ട് എന്നാണ്, ഒരു മാർഗദർശകൻ വന്നിട്ടുണ്ട് എന്നാണ്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരു സമൂഹത്തിലും ഒരു മുന്നറിയിപ്പുകാരൻ വരാതിരുന്നിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നു. ആ മുന്നറിയിപ്പുകാരൻ നദീർ, ഒരു വഴികാട്ടി, ഹാദ്, വരാത്ത ഒരു സമൂഹവുമില്ല എന്ന് ഖുർആൻ പറയുന്നത് മനുഷ്യരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു എന്നാണ്. ആ പ്രവാചകന്മാരുടെ ആദർശത്തിന്റെ അടിസ്ഥാനം ഒന്നായിരുന്നു. ആ അടിസ്ഥാനം ലളിതമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവും നാഥനുമുണ്ട്. സൃഷ്ടികൾ ആ സൃഷ്ടാവിന്റെ നിയമമനുസരിച്ച് ജീവിച്ചു പോരുന്നു.